ഉച്ചയൂണ് എന്ന് പറഞ്ഞാൽ അത് ബാലേട്ടന്റെ അവിടുത്തെ ഊണാട്ടോ മക്കളെ. അടിപൊളി ഊണാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ബാലേട്ടന്റെ ഫാൻ ചെയ്യുന്നുട്ടാ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മൾ കോഴിക്കോട് പോക്ക് നേരെ അയവ വയ്യുന്നു. ആദ്യം നമ്മൾ എല്ലാ ആഴ്ചയിലും കോഴിക്കോട് പോക്കുമ്പോ ബാലേട്ടന്റെ അടുത്ത് ഊണ് കഴിക്കാതെ നമ്മൾ പോകാറില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് കാലമായിട്ട് ബാലേട്ടന്റെ ഊണ് മിസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ബാലേട്ടൻ്റെ പോയി കടലുണ്ടി വൈക്ക് നമ്മൾ കോഴിക്കോട് പോയി. അപ്പൊ അവിടെ കയറിയപ്പോ ചൂടാവി വറക്കുന്ന ചോറുണ്ട് മക്കളൊന്നും പറയാൻ. ഇവരെ ചോറുകളുടെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയല്ല, അടിപൊളിന്ന് മക്കൾ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇവരെ കറിയും പറയണ്ടേ, മീൻകറിയും സാമ്പാറും ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ. ഇവരെ ക്വാളിറ്റി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ പറയുന്ന റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ നമുക്ക് അത്ര കൂടുതലായി തോന്നില്ല. വേറെ ഒട്ടും പോയിട്ട് നമ്മൾ മീനും ചോറും നിന്നപ്പോൾ ഇതിനും കൂടുതൽ പൈസ നിൽക്കുന്നത്. അപ്പൊ ആ ക്വാളിറ്റി വെക്കുമ്പോൾ നമുക്ക് സൂപ്പറാണ്. അത്ര വലിയ റേറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, കടലുണ്ടിയിലെ ബാലേട്ടൻ കേട്ടാ. ബാലേട്ടന്റെ അടുത്തുള്ള മീൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് മീനാണ്. ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. ബാലേട്ടൻ വലിയ വലിയ മീനെ കൊടുത്ത് കാണിച്ചു കിട്ടാ. അപ്പൊ റേറ്റ് വെച്ചിട്ട് നിന്നാ മതി. സംഭവം ക്വാളിറ്റി ഉള്ള മീനാണ്, അടിപൊളി മീനാണ്, ഒന്നും പറയാനില്ല. വലിയ വലിയ മീന് ബാലേട്ടൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ശ്രദ്ധിച്ച് നോക്കി റേറ്റ് ചോദിച്ചു നോക്കി. അടിപൊളി സംഭവം, അടിപൊളിയാണ്. ഇവിടുത്തെ ഈ തൈരുണ്ടല്ലോ മക്കളെ, മൂപ്പരി കൊടുക്കുന്ന തൈര്, അത് നമുക്ക് എത്ര വട്ടം കഴിച്ചത് നമുക്ക് ഓർമ്മയില്ല. അമ്മായിരം ടേസ്റ്റ് ചെയ്ത് സൂപ്പർ, അടിപൊളി. നമ്മള് രണ്ടാവൂല എടുത്ത്, രണ്ടാവൂല നമ്മളെ ഫിനിഷ് ആയിരിക്കണേ. ഭക്ഷണം അടിപൊളി, ഭക്ഷണം അടിപൊളി. മോന്റെ നാക്ക് പൊന്നാക്കട്ടെ ദൈവം തമ്മിലായി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല.